مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم آمين تذكر ديران بذي سلام. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وأصحابه وأهل بيته أجمعين. أما بعد. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ആദർശമണ്ഡലത്തിൽ കടന്നുകൂടിയ നവീനവാദങ്ങളുടെ അപകടങ്ങളും വളരെ ലളിതമായി അനുസ്മരിപ്പിക്കുകയാണ് ഈ വേദിയിൽ ലക്ഷ്യം വെക്കുന്നത്. ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. ലോകം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ലോകത്തിന്റെ ഘടനയും വ്യവസ്ഥിതിയും എല്ലാം സർവലോക സ്രഷ്ടാവും രക്ഷിതാവുമായ അല്ലാഹുവിന്റെ പരമമായ നിയന്ത്രണത്തിലാണ്. ഒരുപാട് മതങ്ങളും ആദർശങ്ങളും ലോകോൽപത്തിയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ നിലനിർത്തുമ്പോൾ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും വ്യത്യസ്ത വീക്ഷണങ്ങൾ വിഭിന്ന മതങ്ങളിൽ കുടികൊള്ളുമ്പോൾ സർവലോക പരിപാലകനും സർവാധികാരിയും സർവേശ്വരനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ മൗലികത. ലോകം ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ഒരന്വേഷണത്തിന്റെയോ പുനർവിചിന്തനത്തിന്റെയോ ആവശ്യമില്ലാത്ത വിധം വിശ്വാസികളായ മുസ്ലിംകൾ അല്ലാഹുവിന്റേതാണ് എന്ന് വിശ്വസിക്കുന്നു. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ആ അല്ലാഹുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നു, അവന്റെ നിയന്ത്രണത്തെ അനുസരിക്കുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമികളും അതിലുള്ളതഖിലവും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. സൂര്യൻ അതിന്റെ ഉദയാസ്തമാനങ്ങളെ പാലിക്കുന്നത് അല്ലാഹുവിനോടുള്ള അനുസരണയുടെ അടയാളമാണ്. ചന്ദ്രൻ അതിന്റെ ഋതുഭേദങ്ങളെ പാലിക്കുന്നത് അതിന്റെ ഉടമസ്ഥന്റെ ചംക്രമണ നിയമത്തെ അനുസരിച്ചുകൊണ്ടാകും. തരുലതാദികൾ മുളയ്ക്കുന്നതും വികസിക്കുന്നതും ഇടയ്ക്ക് ഇലകൊഴിക്കുന്നതും പിന്നീട് ഫലം തരുന്നതും എല്ലാം അതിന്റെ അധികാരിയായ സർവാധിനാഥന്റെ നിയമത്തിന് അനുസരിച്ചാണ്. എന്നാൽ ലോകത്തുള്ള തരുലതാദികൾക്കോ സൂര്യചന്ദ്രന്മാർക്കോ നക്ഷത്ര ഗാലക്സികൾക്കോ സ്വതന്ത്രമായ ചിന്തയുടെയും വിവേക യോഗ്യമായ തെരഞ്ഞെടുപ്പിന്റെയും അർഹത അല്ലാഹു തആല നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളും അതിലുള്ളതഖിലവും അല്ലാഹുവിന്റെ സ്തുതിപാഠകരായി വാഴ്ത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടുകയാണ്.
അതേസമയം ആ എല്ലാം ദൈവീകമായ അനുസരണകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സർവ സൃഷ്ടിജാലങ്ങളിൽ നിന്നും വിഭിന്നമായി ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ പ്രഖ്യാപനം വലഖദ് കറംനാ ബനി ആദം, മാനവിക ലോകത്തെ നാം ആദരിച്ചിരിക്കുന്നു. സൂര്യന് വെളിച്ചമുണ്ട്, അത് മനുഷ്യന് ആവശ്യമുണ്ട്. ആനയ്ക്ക് ബലമുണ്ട്, അത് മനുഷ്യന് ആവശ്യമുണ്ട്. വൈദ്യുതിക്ക് ശക്തിയുണ്ട്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം വൈദ്യുതിയെ കുറിച്ചുള്ള കണ്ടുപിടുത്തമായിരിക്കാം. ശക്തിയുണ്ട്, പക്ഷേ മനുഷ്യനെ പോലെ വിവേകമില്ല. അങ്ങനെ ലോകത്തുള്ള ഒരുപാട് അത്ഭുത മേഖലകളും പ്രത്യക്ഷത്തിൽ മാനവനേക്കാൾ ശക്തിയും കാന്തിയും സ്വാധീനവും ഒക്കെ അറിയിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം വിനിയോഗിക്കാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം മാനവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം വലഖദ് കറംനാ ബനി ആദം. എന്തുകൊണ്ടാണ് മാനവിക സമൂഹത്തെ മറ്റു ശിഷ്ട സമൂഹങ്ങളിൽ നിന്നും, ജീനസുകളിൽ നിന്നും, സ്പീഷീസുകളിൽ നിന്നും, പദാർത്ഥങ്ങളിൽ നിന്നും, പദാർത്ഥ സമൂഹങ്ങളിൽ നിന്നും എല്ലാം വിഭിന്നമായി അവനെ ആദരിച്ചത് അല്ലാഹുവിനോടുള്ള പ്രത്യേകമായ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നാ അർളനൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയരാകണമെന്നും അവന്റെ പ്രത്യേകമായ ഉടമ്പടിയോട് സന്ധിയാകണമെന്നും ലോകത്തുള്ള പദാർത്ഥമണ്ഡലങ്ങളോട് മുഴുവൻ അല്ലാഹുവിന്റെ ആവശ്യമുയർന്നു. ആലങ്കാരികവും മനുഷ്യമഹത്വത്തെ ദ്യോതിപ്പിക്കാനുമുള്ള വളരെ കൃത്യമായ പ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തുന്നത്. അതിന്റെ വിസ്തൃതമായ തലങ്ങളിലേക്ക് കടക്കാൻ സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ മറ്റെല്ലാ മണ്ഡലങ്ങളും വിസമ്മതിച്ചു തരിച്ചു മാറി നിന്ന ദൈവീകമായ ഉടമ്പടിയെ, ഇലാഹിയായ സന്ധിയെ ഏറ്റെടുക്കുകയും അതിനോട് നീതി പുലർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ. അതുകൊണ്ട് മാനവനോട് പറയുന്നു വലഖദ് കറംനാ ബനി ആദം, മാനവിക സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു. വിശുദ്ധമായ സൂറത്തുർ റഹ്മാനിന്റെ ആമുഖത്തിൽ അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ, മാനവിക ലോകത്തെ നാം സൃഷ്ടിച്ചു. വഅല്ലമഹുൽ ബയാൻ, അവന് വിവേകപൂർണമായ ഭാഷണശേഷി അല്ലാഹു തആല നൽകിയിരിക്കുന്നു. ഇവിടെയാണ് അല്ലാഹുവിന്റെ തുരുപാടകരും അവന്റെ മഹത്വത്തെ വാഴ്ത്തുന്നവരുമായ സർവമണ്ഡലങ്ങളിൽ നിന്നും വിഭിന്നമായി മാനവിക ലോകത്ത് അല്ലാഹുവിന്റെ ആദരവിന് പാത്രീഭവിക്കുന്നത്. അതുകൊണ്ട് അവന് വിവേകപൂർണമായി തെരഞ്ഞെടുക്കാൻ ഒരു മാർഗം കൊടുക്കേണ്ടതുണ്ട്. ആ മാർഗമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് വളരെ കണിശമായി ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ പ്രൗഢഗംഭീരമായ പ്രയോഗം അദ്ദീനു വളഉൻ ഇലാഹിയ്യുൻ സായിഖുൽ ലിദബിൽ ഉഖൂലി. വിവേകമുള്ള മാനവന് വിവേകപൂർണമായി സഞ്ചരിക്കുവാൻ തീർത്തും നീതിയുക്തവും അനിവാര്യവുമായ മാർഗമത്രേ മതം. ഈ പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. അതിന്റെ നിയമങ്ങളും അതിന്റെ വ്യവസ്ഥിതികളുമെല്ലാം സർവാധികാരിയായ പ്രപഞ്ച സ്രഷ്ടാവിന്റേതു മാത്രമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മതത്തെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സംഹിതയെ മാനവിക ലോകത്തിന്റെ സഞ്ചാര വികാര പ്രകടനങ്ങളും ആന്തരികമായ വിന്യാസങ്ങളും എങ്ങനെയാകണമെന്ന് ആത്യന്തികമായി പഠിപ്പിക്കുന്ന മതം. അവന്റെ സ്വകാര്യ സാമൂഹിക വൈയക്തിക പാരസ്പര്യ ബന്ധങ്ങളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പാലിക്കണമെന്ന് ആധികാരികമായി പഠിപ്പിക്കുന്ന മതം. മാനവന്റെ എല്ലാ ജീവിത തലങ്ങളെയും ഒരുപോലെ ഉപാസിക്കുന്ന വിശുദ്ധമായ മതം.
അത് മാനവിക ലോകത്തിനു നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന മാർഗം എന്താണ്? ഇവിടെയാണ് എന്റെ അന്വേഷണത്തിന്റെ ആമുഖം കടന്നുവരുന്നത്. മനുഷ്യേതര ജീവികൾക്ക് മുഴുവനും തന്റെ സന്താനങ്ങൾക്ക് എങ്ങനെ പാലൂട്ടണമെന്നും തന്റെ സന്താനങ്ങൾ പിറന്നു വീണാൻ ഏത് സമയത്തിനുള്ളിൽ മാതാവിനോട് അല്ലെങ്കിൽ സന്താനത്തോട് സ്നേഹപ്രകടനം നടത്തണമെന്നും പ്രകൃതിപരമായ ഒരു നിയമത്തെ ആന്തരികമായി അവരിൽ സന്നിവേശിപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. കാട്ടുപോത്തിന്റെ കുട്ടി ജനിക്കുമ്പോഴേക്ക് ഓടി അകലുന്നു. നാട്ടുപശുവിന്റെ കുട്ടി പിറക്കുമ്പോഴേക്ക് പാലേമ്പാൻ അടുക്കുന്നു. അതുപോലെ വ്യത്യസ്ത വർഗങ്ങളിലെയും വ്യത്യസ്ത വർണ്ണങ്ങളിലെയും വ്യത്യസ്ത സ്പീഷീസുകളിലെയും എല്ലാം വിന്യാസങ്ങളുടെ വ്യതിയാനം പ്രാപഞ്ചിക ദർശനിയിൽ നിന്ന് വായിക്കാനുണ്ട്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവിക ലോകത്തിന്റെ കൈകാര്യങ്ങൾ എങ്ങനെയാകണമെന്ന് മനുഷ്യന്റെ ഉള്ളിൽ ഇൻസേർട്ടഡായ ഒരു നിയമത്തിൽ മാത്രം പരിമിതപ്പെടുത്തുകയല്ല, മനുഷ്യലോകത്തെ പ്രബുദ്ധരാക്കാനും അവരുടെ വിവേക വിനിയോഗം ധാർമ്മികമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന നടപടി പ്രവാചകന്മാരാകുന്ന ദൂതന്മാരെ മാനവരിലേക്ക് അയക്കുകയാണ്. മൃഗങ്ങളും മറ്റു ജീവികളും എങ്ങനെ ജീവിക്കണമെന്നോ എങ്ങനെ നടക്കണമെന്നോ വ്യക്തമായ ഒരു നിയമത്തിന്റെ ആവശ്യമോ ഇല്ല. കാരണമെന്ത്? നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും മുമ്പുള്ള മൃഗങ്ങൾ ഇന്നുവരെയും അവരുടെ വസ്ത്രധാരണം പോലും പരിഷ്കരിച്ചിട്ടില്ല, അല്ലെങ്കിൽ വസ്ത്രാക്ഷേപം നടന്നു എന്ന് ചിന്തിച്ചിട്ടില്ല. ചരിത്രാതീത മനുഷ്യൻ ഉടുക്കാൻ മരത്തൊലിയെടുത്തപ്പോൾ പുരോഗമിച്ച കാലത്ത് മൃഗങ്ങളുടെ തോലുകൾ പാകപ്പെടുത്തിയപ്പോൾ ആധുനിക മനുഷ്യൻ ആധുനിക പ്രവണതകളിലൂടെ അവന്റെ ആവശ്യങ്ങളെ നിർവഹിക്കുന്ന ചേഞ്ച് മനുഷ്യലോകത്തെ ഉള്ളൂ. ഏതായാലും മാനവിക ലോകത്തെ അവന്റെ ജീവിതചര്യ എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് പരിശുദ്ധമായ മതത്തിന്റെ പ്രബോധകന്മാരായ പ്രവാചകന്മാരെ അയക്കുകയാണ്. ഇവിടെ ന്യായമായും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാവുന്നതാണ്. അതിലപ്പുറത്തെ ന്യായത്തേക്ക് എത്തുമ്പോൾ അത് അന്യായമായ ചോദ്യമായി പരിണമിക്കുന്നതുമാണ്. എന്ത്? മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബോധവൽക്കരിക്കാനും അവനെ സമുദ്ധരിക്കാനും അവനെ അവന്റേതായ താൽപര്യങ്ങളിലേക്ക് കൊണ്ടുവരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിപരമായി തന്നെ മനുഷ്യനെ എന്തുകൊണ്ട് അതിനെ ആക്കിയില്ല? എന്തിനാണ് പ്രവാചകന്മാരായ ദൂതന്മാരെ മനുഷ്യന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഇടയാളന്മാരായി, മധ്യവർത്തികളായി, ഇടനിലക്കാരായി അമ്പിയാക്കന്മാരെ എന്തിനു നിയോഗിച്ചു എന്ന ചോദ്യം ഉന്നയിക്കാം. പക്ഷേ പരമാധികാരിയായ അല്ലാഹുവിന് അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് മാനവിക ലോകത്തെ സമുദ്ധരിക്കാൻ പ്രവാചകന്മാരെന്ന മധ്യവർത്തികളെ സ്വീകരിക്കൽ. അല്ലാതെയും അല്ലാഹുവിന് കഴിവുള്ളവനാണ്. പക്ഷേ എന്തിന് അല്ലാഹു തആല മധ്യവർത്തികളായ പ്രവാചകന്മാരെ അയച്ചു? ദൈവികമായ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നമുക്കധികാരമില്ല. ആ പ്രവാചകന്മാർ 2 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച കാലഗതിയുടെയും കാലനിർണയത്തിന്റെയും പ്രപഞ്ചത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിലും മുക്കുകളിലും മാനവ സമൂഹങ്ങളിലും ജനതതികളിലുമായി എന്തിനയച്ചു? അത് അല്ലാഹുവിന്റെ പരമാധികാരമാണ്. 2 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ, അതിൽ 313 വരുന്ന മുർസലുകൾ, അതിൽ 5 വരുന്ന ഉലുൽ അസ്മുകൾ, അവരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായ അഫ്ളലുൽ ഖൽഖി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അറിയുക, അല്ലാഹു എന്തിനാണ് ഈ 2 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ മാനവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ മധ്യവർത്തികളാക്കി അയച്ചത്? അല്ലാഹു ഓരോ മനുഷ്യന്റെയും കരുണ നരമ്പിനേക്കാൾ അടുത്തവനാണെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കെ അല്ലാഹുവിന്റെയും മനുഷ്യന്റെയും ഇടയിൽ മധ്യവർത്തികളോ ദൂതന്മാരോ
ഈ ചോദ്യം ഉന്നയിക്കുന്നവർ ഇസ്ലാമിക അടിസ്ഥാനത്തെയും ദൈവിക പരമാധികാരത്തെയും അറിയാത്തവരാണ്. എന്തിന് എല്ലാ പ്രവാചകന്മാരെയും ഒരേ കാറ്റഗറിയിൽ തന്നെ ആക്കിയാൽ മതിയായിരുന്നല്ലോ? എന്തിനാണ് 313 ആളുകളെ മുർസലുകളും അവരിൽ നിന്ന് തന്നെ 5 പേരെ വിശിഷ്ടരും അവരിൽ നിന്ന് ഒരാളെ അതിവിശിഷ്ടരുമായി അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് എന്തിന്? ചോദിക്കുവാൻ മാനവന് അധികാരമില്ല. മൂക്കെന്തിന് മുഖത്തെ താഴോട്ട് ദ്വാരങ്ങളോടെ, കണ്ണെന്തിന് ഇമകളോടെയും പീളകളോടെയും? എന്തിനാണ് മാനവന്റെ കൈകൾ ഈ വിധത്തിൽ, കാലുകൾ ഈ ഘടനയിൽ? എന്തിനാണ് ആകാശത്തിന് ഈ നിറം അല്ലെങ്കിൽ നിറമില്ലാത്ത അവസ്ഥ? അല്ലെങ്കിൽ എന്തിനാണ് ഭൂമിക്ക് ഈ ഘടന? ഇതൊന്നും ചോദിക്കുവാൻ അധികാരമില്ല, ചോദിച്ചിട്ട് കാര്യമില്ല. കാരണമെന്ത്? നമ്മുടെ ഓരോരുത്തരുടെയും സുപ്രീം പവർ അല്ലെങ്കിൽ അധികാരം, അൾട്ടിമേറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലല്ല. നമ്മുടെ എല്ലാവരുടെയും പരമാധികാരം പരമേശ്വരനെന്ന് മലയാളത്തിൽ പറയപ്പെടുന്ന പരമാധികാരിയായ അള്ളാഹുവിന്റെ കയ്യിലാണ്. സർവാധികാരിയായ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുവാനോ അങ്ങനെ വേണ്ടായിരുന്നോ എന്ന അഭിപ്രായ പ്രകടനത്തിനോ യാതൊരു പ്രസക്തിയും ഇവിടെയില്ല. അതുകൊണ്ട് 2 ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചക പരിശ്രേഷ്ഠന്മാരിലൂടെ മാനവിക ലോകത്തിന് അള്ളാഹുവിൽ നിന്ന് ദൂതന്മാരായ, മധ്യവർത്തികളായ, ഇടനിലക്കാരായ, ഇടയ്ക്കു നിൽക്കുന്നവരായ, എത്തിച്ചു തരുന്നവരായ പ്രവാചകന്മാരിലൂടെയാണ് മാനവിക ലോകത്തിന് മതത്തെ ലഭിച്ചത്, ഇസ്ലാമിനെ ലഭിച്ചത്. ഈ ഇസ്ലാമിന്റെ മൗലികത എന്താണ്? ഈ ഇസ്ലാമിന്റെ അടിത്തറ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയുക, നിശ്ചയം അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹനില്ല. ആരാധനയുടെ അർഹത അഥവാ ആരാധിക്കപ്പെടാനുള്ള യോഗ്യത സർവാധികാരിയായ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. പരമമായ ഔദാര്യം ആരുടെ പക്കൽ നിന്നാണോ അവന് മാത്രമേ പരമമായ വണക്കമാകുന്ന അധികാരവും പാടുള്ളൂ, ആരാധനയും സമർപ്പിച്ചുകൂടൂ. ഇതാണ് ഇസ്ലാമിക മതത്തിന്റെ അടിക്കല്ല്. ആദം അലൈഹിസ്സലാം എന്ന ആദിമ മനുഷ്യനും ആദ്യ പ്രവാചകനും ലോകത്തോട് പ്രഖ്യാപിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്നാണ്. അല്ലാഹു എന്ന് പറയുമ്പോൾ അറബികളിലെ പ്രമുഖനല്ല, അല്ലെങ്കിൽ അറബ് ജനതയിലെ കുലപതിയല്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ ദ ഓൾമൈറ്റി എന്നാണ് അതിന്റെ പ്രയോഗം. അറബ് രാജ്യത്തിന്റെ നാലുകെട്ടിന്റെ ഉള്ളിൽ പരിമിതപ്പെടുന്ന ഒരു ദൈവീക വിശ്വാസമല്ല അറബിയായ പ്രവാചക പ്രഭു ലോകത്തിന് നൽകിയത്. മറിച്ച് സാർവലൗകികവും സാർവജനീനവും പ്രപഞ്ചവിശാലവും സാർവദേശീയവുമായ ഒരടിസ്ഥാന തത്വത്തെ അനിഷേധ്യമായി പ്രോജ്വലിപ്പിക്കുകയും അനുബന്ധമായ കാര്യങ്ങളെ പരിപൂർത്തീകരിക്കുകയുമാണ് അന്ത്യപ്രവാചകരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അതെന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല. നിന്റെ ആരാധന മുഴുവനും ഓൾമൈറ്റി പരമാധികാരിയായ അല്ലാഹുവിന് മാത്രമേ സമർപ്പിച്ചുകൂടൂ എന്ന പരമമായ സത്യത്തിന്റെ പ്രഖ്യാപനമാണ് അല്ലാഹു നടത്തിയത്. അതുകൊണ്ട് പ്രവാചകന്മാരാകുന്ന മധ്യവർത്തികളിലൂടെ നൂഹ് അലൈഹിസ്സലാമിലൂടെയും ആദം അലൈഹിസ്സലാമിലൂടെയും ഈസാ പ്രവാചകനിലൂടെയും ഇബ്രാഹിം നബിയിലൂടെയും അങ്ങനെ എല്ലാ പ്രവാചകന്മാരിലൂടെയും മാനവിക ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവനെ മാത്രമേ ആരാധിച്ചുകൂടൂ എന്ന പരമമായ സത്യത്തെയാണ്. ആ സത്യത്തെ കറകളഞ്ഞ വിധത്തിൽ ഏറ്റെടുത്തവർക്കാണ് മുസ്ലിം എന്ന് പറയുന്നത്. അന്ത്യപ്രവാചകരായ മുത്തുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തോട് യാത്രയായി. ആ പ്രവാചക പ്രഭു ലോകത്തോട് യാത്രയാകുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ പരിശുദ്ധമായ മതത്തെ പരിപൂർത്തീകരിക്കുകയാണ്.
ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു വേദം അവതരിക്കാനില്ല, ഇനിയൊരു ദൈവദൂതൻ വരാനില്ല. അതുകൊണ്ട് പരിപൂർണമായി ഇസ്ലാമിന്റെ അതിന്റെ അളവിലും അതിന്റെ അർത്ഥത്തിലും അതിന്റെ ഗുണത്തിലും അതിന്റെ ഗണത്തിലും അതിന്റെ ക്വാളിറ്റിയിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും പരിപൂർണമായും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന പ്രവാചക പ്രവീണരുടെ പ്രഖ്യാപനമാണ്. അത് പരിശുദ്ധമായ ഖുർആൻ പ്രപഞ്ചത്തോട് മുഴുവനും ആവർത്തിച്ച് പ്രോജ്വലിപ്പിക്കുകയാണ്. ഏതായാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന മതത്തിന്റെ അടിക്കല്ല് അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ലെന്ന യാഥാർത്ഥ്യമാണ്. അല്ലാഹു എന്താണ്, ആരാധന എന്താണ് എന്നറിയുമ്പോഴേ ഈ മൗലികതയുടെ മാഹാത്മ്യം മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ. അതുതന്നെയാണ് ഇംഗ്ലീഷിൽ ദ ഓൾമൈറ്റി. ആ പരമാധികാരിയായ അല്ലാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവികത്വം സമ്മതിച്ചുകൊണ്ടുള്ള അടിമയുടെ സമർപ്പണങ്ങളാണ് ആരാധന. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി എന്ന ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രകാരന്മാർ ആധികാരികമായി അടയാളപ്പെടുത്തുകയാണ്. പരമമായ ഔദാര്യത്തിന്റെ ദാതാവ് ആരാണെന്ന വിശ്വാസത്തോടെ പരമമായ ഔദാര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദാതാവും അതിന്റെ പ്രഭവവും എവിടെയാണെന്ന് മനസ്സിലാക്കി അടിമകൾ സമർപ്പിക്കുന്ന സമർപ്പണമാണ് ആരാധന. അപ്പോൾ ആരാധനക്കർഹതയുള്ളവനും ആരാധനയാകുന്നതും ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഒരു ശക്തിയോടോ ഒരു പ്രതിഭാസത്തോടോ അവൻ പരമാധികാരിയാണെന്ന വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോഴേ ആരാധനയാകൂ. അത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിന്റെ മൗലികത. അല്ലാതെ കൈകൂപ്പൽ ആരാധനയല്ല, അല്ലെങ്കിൽ നിൽക്കൽ ആരാധനയല്ല, കിടക്കൽ ആരാധനയല്ല. ആരാധനയുടെ അടിക്കൽ എന്ന് പറഞ്ഞാൽ ആ സമർപ്പണത്തിൽ സമർപ്പിക്കുന്ന ആളുടെ മാനസികാവസ്ഥയാണ്. ഞാൻ ഈ ബോക്സിന്റെ മുമ്പിൽ കൂപ്പുമ്പോൾ ഈ കൂപ്പുകൈകൾ സമർപ്പിക്കുന്ന സമയത്ത് ഈ ബോക്സ് അവൻ പരമാധികാരിയാണെന്നോ ആരാധനക്കർഹനാണെന്നോ ഉള്ള വിശ്വാസത്തോടെ കൂപ്പുകൈകൾ സമർപ്പിച്ചാൽ ഇത് ആരാധനയുടെ പ്രകടനമാണ്. അതേ സമയത്ത് എനിക്കതിനോടുള്ള മാനസികാവസ്ഥയും എന്റെ വിശ്വാസവും അതിനുള്ള ആരാധനയാണ്. ഈ അർത്ഥത്തിൽ പറഞ്ഞാൽ പരമാധികാരിയായ അല്ലാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ എന്ന യാഥാർത്ഥ്യത്തെയാണ് ഇസ്ലാം ഇവിടെ പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാര് മുഴുവനും ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഉള്ള സമർപ്പണങ്ങൾ, അതിന്റെ മുമ്പിലുള്ള പ്രകടനങ്ങൾ ആരാധനയാണെന്ന് വരണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ആരാധ്യമാകണം. ഈ മൈക്കിനോടോ ഈ ബോക്സിനോടോ സാക്ഷാൽ സൂര്യചന്ദ്രാദികളോടോ ആകാശത്തോടോ പ്രതിഭാസങ്ങളോടോ എന്റെ സമീപനങ്ങൾ ആരാധനയാകണമെങ്കിൽ എന്റെ വിശ്വാസം അത് ആരാധ്യമാണ് എന്ന നിലയിലാകുമ്പോഴേ ആകൂ. ആരാധനയ്ക്കർഹതയുള്ളത് എന്ന വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോഴേ സമർപ്പണങ്ങൾ ആരാധനയാകൂ. അല്ലാത്ത പക്ഷം സമർപ്പണം ആരാധനയാവില്ല. ഇതാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിത്തറ. അതുകൊണ്ട് ആരാധനയ്ക്കർഹതയുള്ളവനും ആരാധിക്കപ്പെടേണ്ടവനും ഏകനായ സർവാധികാരി മാത്രമാണെന്ന അല്ലാഹുവിലുള്ള വിശ്വാസത്തെയാണ് ലോകത്തിന്റെ ഇസ്ലാമിന്റെ സംഭാവന. നിങ്ങൾ മനസ്സിലാക്കുക, ഈ തൗഹീദിനെ മാറ്റിമറിക്കുവാനോ ഈ സംജ്ഞയെയാണ് തൗഹീദ് എന്ന പേരിൽ ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരില്ല. ഇസ്ബാത്തു അദ്മി ശരീകി ഫിൽ ഉലൂഹിയ്യതി വ ഖവാസിഹാ, ദൈവികത്വത്തിലും ദൈവികമായ വിശേഷണത്തിലും പങ്കാളിത്വമില്ലെന്ന വിധം അല്ലാഹുവിന്റെ ഏകത്വത്തെ സ്ഥാപിക്കുക, അത് വിശ്വസിക്കുക, അതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദിന്റെ അടിക്കല്ലിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അവരുടെ ആരാധനാ പ്രകടനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പ്രകടനങ്ങളെപ്പോലെയാണെങ്കിലും ശരി,
അതുപോലെ തന്നെ തൗഹീദിന് വിരുദ്ധമായ എന്തെങ്കിലും പ്രവണതകൾ ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അയാൾ ഇസ്ലാമിക ദൃഷ്ട്യാ അതിന്റെ ഐഡന്റിറ്റിയിൽ നിന്ന് പുറത്തു പോവുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി, ഇസ്ലാമിന്റെ മൗലികത, ഇസ്ലാമിന്റെ അടിക്കല്ല് ഏകദൈവ വിശ്വാസം, ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന പരമസത്യമാണ്. ഈ സത്യം വിളിച്ചു പറയാനാണ് ആദം അലൈഹിസ്സലാം എത്തിയത്, നടത്തിയത്. അത് പ്രചരിപ്പിക്കാനാണ് ഇദ്രീസ് അലൈഹിസ്സലാം വന്നത്, നിർവഹിച്ചത്. അതിനുവേണ്ടിയാണ് നൂഹ് നബി അലൈഹിസ്സലാം വന്നത്, പ്രചരിപ്പിച്ചത്. ആ തൗഹീദിനെയും അനുബന്ധ ആരാധന ആചാര സമീപനങ്ങളെ മുഴുവനും അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കാനാണ് അന്ത്യപ്രവാചകർ ഭൂമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് വന്നത്, നടത്തിയത്. അതുകൊണ്ട് ഖുൽ അല്ലാഹുവിന്റെ ഏകത്വത്തെ വാഴ്ത്തുകയും അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മൗലികത. ഇനി ഞാൻ തുടരാം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസ ആചാരക്രമങ്ങളെ മുഴുവനും അന്ത്യപ്രവാചകരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പരിപൂർത്തീകരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു: ഇനിയൊരു പ്രവാചകനോ അല്ലാഹുവിങ്കിൽ നിന്നുള്ള ദൂതനോ പ്രബോധകനായി വരാനില്ല, ഒരു ഗ്രന്ഥവും വരാനില്ല. അതുകൊണ്ട് അവസാനത്തെ പ്രവാചകരും അവസാനത്തെ വേദവുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആനും. നാം ആലോചിക്കുക, 1.5 സഹസ്രാബ്ദത്തോളം കാലങ്ങൾക്ക് മുമ്പ് സാർവലൗകികമായ ഒരു പ്രമേയത്തെ, സാർവകാലികമായ ഒരു പ്രമേയത്തെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപൂർത്തീകരിച്ചിട്ട് ഇവിടുന്ന് വഫാത്തായി പോയി. സാർവലൗകികമായ ഈ പ്രമേയത്തെ എല്ലാ ലോകത്തേക്കും എത്തിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ച ഉപാധി എന്താണ്? സാർവദേശീയമായ ഈ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത മാർഗം ഏതാണ്? അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. നിങ്ങൾ എന്റെ ചര്യയെ സ്വീകരിക്കുക, എന്റെ അനുഗാമികളുടെ നടപടികളെ അനുധാവനം ചെയ്യുക. ഇതാണ് പരിശുദ്ധരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. ഇന്റർനെറ്റ് എന്ന മാധ്യമത്തിലൂടെയല്ല, കമ്പ്യൂട്ടർ എന്ന സംവിധാനത്തിലൂടെയല്ല, ഉപകരണത്തിലൂടെയല്ല, മറ്റേതെങ്കിലും മീഡിയകളിലൂടെയല്ല. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ചാനലുകൾ പ്രവാചക പ്രഭു ഉദ്ഘാടനം ചെയ്യുകയും കാട്ടിത്തരുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിനെ 2 ചട്ടക്കുള്ളിലുള്ള ഒരു ഏടിൽ ആക്കിയിട്ടല്ല നമുക്ക് നൽകിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളല്ല. ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തിയ സംവിധാനം എന്താണെന്നറിയുമോ? ആ പ്രവാചക ശിഷ്യന്മാരായ സ്വഹാബികൾ, അനുഗാമികളായ താബിഉകൾ, അനുചരന്മാരായ ശേഷക്കാർ, തുടർച്ചക്കാരായ പിന്മുറക്കാർ, അവരിലൂടെ താവഴിയായി അന്ത്യനാൾ വരെ ഇതിന്റെ പ്രബോധന പ്രചാരണങ്ങൾ നടക്കണമെന്നതാണ് ഇസ്ലാമിന്റെ വ്യവസ്ഥിതി. അതാണ് ഖുർആൻ പറയുന്നത്: കദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാഅ അലന്നാസി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ. ഇന്നിതാ കദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ നാം പ്രാമാണിക സമുദായമാക്കിയിരിക്കുന്നു. എന്തിനാണ്? ലിതകൂനൂ ശുഹദാഅ അലന്നാസ്, പിൻഗാമികളായ ആളുകൾക്ക് ദർശനമാകാനും പ്രമാണമാകാനും വേണ്ടി. വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ, നിങ്ങൾ അതിന് യോഗ്യരാണ്, അർഹരാണ് എന്നതിന്റെ സർട്ടിഫിക്കേഷൻ അത് പ്രവാചക പ്രഭുവിൽ നിന്നാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് താവഴിയായി ലഭിച്ച പരിശുദ്ധമായ ഇസ്ലാം, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിലൂടെ ലോകത്തിന് ലഭിച്ച തൗഹീദ്, അതോടൊപ്പം തന്നെ മനുഷ്യന്റെ വിന്യാസക്രമങ്ങളിലൂടെ മതവിധികൾ അല്ലാഹുവിന്റെ സംബോധനങ്ങളാണ്. അൽ
വൽ ഹുക്മു മതവിധി എന്ന് പറഞ്ഞാൽ ഖിതാബുല്ലാഹിൽ മുതഅല്ലഖ് ബിൽ മുകല്ലഫ്, ഒരു വിവേകബുദ്ധിയുള്ള വിവേചനശേഷിയുള്ള ഒരു പൗരനോട് അല്ലാഹുവിന്റെ സംബോധനമാണ് ഖിതാബുല്ലാഹിൽ മുതഅല്ലഖ് ബിൽ മുകല്ലഫി മിൻ ഹൈസു ഇന്നഹു മുകല്ലഫ്. അവൻ വിവേകശാലിയാണെന്ന മാനദണ്ഡത്തിൽ വിവേകശാലിയായ മനുഷ്യന് അല്ലാഹുവിന്റെ സംബോധനയാണ് വിശുദ്ധമായ മതവിധികൾ എന്ന് പറയുന്നത്. ആ മതവിധികളുടെ കാർക്കശ്യഭാവമനുസരിച്ച് നിർബന്ധമെന്നും ഐച്ഛികമെന്നും അനുവദനീയമെന്നും 3 തലങ്ങളിലേക്ക് വരുന്നു. വിലക്കിന്റെ കാഠിന്യമനുസരിച്ച് ഹറാമെന്നും കറാഹത്തെന്നും ഖിലാഫുൽ ഔലയെന്നും പറ്റാത്തതെന്നും സാങ്കത്യമല്ലാത്തതെന്നും ഔചിത്യമില്ലാത്തതെന്നും 3 വിധത്തിലേക്ക് തരപ്പെടുന്നു. അല്ലാഹുവിന്റെ വിലക്കുകളുടെ 3 ഘടനകളും അല്ലാഹുവിന്റെ അനുവദനീയങ്ങളുടെ 3 ഘടനകളെയും അല്ലാഹുവിന്റെ സംബോധനത്തിന്റെ വിന്യാസങ്ങളാണ്. അതാണ് ഖിതാബുല്ലാഹ്. അല്ലാഹുവിന്റെ വിധികളെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സംബോധനങ്ങളാണ്. ആ വിധികളെ വ്യവച്ഛേദിച്ചറിയാനും വിന്യസിക്കുവാനും അല്ലാഹുവിന്റെ കൽപ്പനകളെ അടുത്തറിയാനും അതിന്റെ പ്രയോഗങ്ങളെ സ്വീകരിക്കാനും ഏകമായ മാനദണ്ഡം അല്ലാഹുവിന്റെ പരിശുദ്ധരായ പ്രവാചകന്മാരും അവിടുത്തെ അനുഗാമികളും ശേഷക്കാരായ പണ്ഡിത വരേണ്യന്മാരും നമുക്ക് കാണിച്ചു തന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ താവഴിയാണ്. ആ താവഴിയിലൂടെ മതം ലഭിച്ച അനുഗ്രഹീതരാണ് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ. എന്റെ ആമുഖം ദൈർഘിപ്പിക്കാനുള്ള സമയമില്ലെന്നറിയാം, അതുകൊണ്ട് ചുരുക്കുകയാണ്. ആ പാരമ്പര്യമായ ഇസ്ലാമിന്റെ പറുദീസയിൽ നിന്ന് വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെയും ആചാര വേലിയേറ്റങ്ങൾക്ക് വശംവദപ്പെടാതെയുമുള്ള അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ച പാരമ്പര്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യം കേരളത്തിൽ എത്തിച്ചേരുന്നത് പ്രവാചക ശിഷ്യന്മാരാകുന്ന സ്വഹാബികളിലൂടെയാണ്. ആ പാരമ്പര്യത്തിലൂടെയാണ് ഇന്നുമുള്ള മുസ്ലിങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഇടക്കാലത്ത് ചില അപസ്വരങ്ങളും മധ്യകാലത്ത് ചില വേലിയേറ്റങ്ങളും ഇടയ്ക്കിടെയുള്ള ചില ധ്വംസനങ്ങളും ഈ സമുദായത്തെ അപകടകരമായി സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ അപസ്വരങ്ങൾ അറബിക്കടലിന്റെ അപ്പുറത്ത് അപശക്തരായ ചില ആളുകളിൽ മാത്രം കാലങ്ങൾക്ക് മുമ്പ് പരിമിതപ്പെട്ടിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് പുറത്തേക്ക് വന്നപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ സുതാര്യമാവുകയും എല്ലാ വേലിയേറ്റങ്ങൾക്കും കാരണമാവുകയും ചെയ്ത പടിഞ്ഞാറിന്റെ പരിഷ്കാരങ്ങൾ കോവളത്ത് വന്ന് തുണിയഴിച്ചത് ആധുനിക സൗകര്യങ്ങളുടെ മാനദണ്ഡത്തിലാണ്. അതുപോലെ തന്നെ നമ്മുടെ തരുണീമണികളെയും വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികളെയും പടിഞ്ഞാറിന്റെ അടിമകളാക്കിയത് ആധുനിക സംവിധാനങ്ങൾ എന്ന മാധ്യമങ്ങളുടെ ചേക്കേറ്റത്തിലൂടെയാണ്. പുതിയ സമുദായത്തിന്റെ ചിന്തയും വികാരവും പടിഞ്ഞാറിന്റെ ഇച്ഛാശക്തിക്ക് അടിയറ വെച്ചുകൊടുത്തത് പുതിയ സംവിധാനങ്ങളുടെ ഉൽപ്പന്നമാണ്. ഇതുപോലെ അറബിക്കടലിന്റെ അപ്പുറത്ത് അപശക്തരായ ചില ആളുകൾ കൂടുകൂട്ടിയുണ്ടാക്കിയ വഹാബി ചിന്താഗതിയെ കാലാന്തരത്തിൽ പറിച്ചു നടാനും പേറി നടക്കാനും ചില ആളുകൾ നമ്മുടെ നാട്ടിലും ഉണ്ടായി. ആ ഏറ്റെടുക്കുകയും പേറി നടക്കുകയും ചെയ്യുന്നവരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന മുജാഹിദുകൾ. അത് പാകിസ്ഥാൻ വഴിയെ കടന്നു വന്നപ്പോൾ പുതിയൊരു പ്രവണതയായി മാറിയതാണ് അല്പം ചരിവോടെ ഉച്ചരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ അറബിക്കടൽ കടന്നിവിടെ എത്തിയ വഹാബി ചിന്താഗതിയുടെ കേരള പതിപ്പാണ് മുജാഹിദ് പ്രസ്ഥാനം. അബുൽ അല മൗദൂദി എന്ന പാകിസ്ഥാൻകാരന്റെ ചിന്തയിൽ ഉരുണ്ടുകൂടിയ പത്രപ്രവർത്തനത്തിന്റെ ഇടയിലും തഫ്ഹീമുൽ ഖുർആനിന്റെ രചനയ്ക്കിടയിലും കടന്നുകൂടിയ അല്പം സ്പിരിറ്റ് കൂടിയ ജിഹാദി ചുയയോടുകൂടിയ ചരിഞ്ഞ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ നമ്മുടെ നാട്ടിലുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടലിന്റെ അപ്പുറത്ത് നരനായാട്ടു നടത്തി ഒരു രാജ്യത്തുള്ള ഒരു ജനവിഭാഗത്തെയല്ല പല ജനവിഭാഗത്തെയും കശാപ്പ് നടത്തിയ തീവ്രവാദികളുടെ സംഘമാണ്. ഇതാക്ഷേപത്തിന് പറയുകയല്ല. ഓക്സ്ഫോർഡ് ഡിക്ഷണറി നിങ്ങൾ പരിശോധിച്ചു നോക്കുക. വഹാബിസം എന്ന ടേമിന്റെ പരിഭാഷ എന്താണ്? അറബ് ലോകത്തിന്റെ ആധികാരിക ചരിത്രകാരനായ സൈനി ദഹ്ലാനിന്റെയും നജിദിന്റെ
ചരിത്രമെഴുതിയ താരീഖ് നജ്ദു ഹിജാസിലെയും അതുപോലെ ഉൻവാനുൽ മജ്ദി ഫീ താരീഖ് നജ്ദ് എന്ന ചരിത്ര പുസ്തകവും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് രചനകൾക്കൊടുവിൽ പാശ്ചാത്യന്മാർ എഴുതുകയും ഇന്ത്യ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട സാഹിത്യ വിചക്ഷണന്മാർ പരിഭാഷപ്പെടുത്തുകയും ചെയ്ത നിഷ്പക്ഷമായ സാഹിത്യങ്ങളിൽ വരെ ഇതിന്റെ പ്രമാണങ്ങളുണ്ട്. എണ്ണാനും നിരത്താനും സമയദൈർഘ്യം എന്ന് ഞാൻ ഇപ്പോൾ മുതിരുന്നില്ല. അങ്ങനെ തീവ്രവാദച്ചൊയ്യിൽ തായിഫാക്രമണത്തിൽ തൊട്ടിലിൽ കിടന്ന കുട്ടികളുടെ കഴുത്തു ഞെരിച്ചു കൊന്ന പാരമ്പര്യത്തിലും അറബ് രാജ്യങ്ങളിലെ ഖബറിടങ്ങളിൽ പോയി മഖബറകൾ തച്ചു തകർത്ത് പ്രവാചക ശിഷ്യന്മാരുടെ ഖബറുകൾക്ക് മേൽ മൂത്രമൊഴിക്കുകയും അതുപോലെ തന്നെ ഹിജാസിന്റെയും നജിദിന്റെയും തായിഫിന്റെയും അറബ് രാജ്യത്തെ ആലു സഊദ് ഭരണകൂടത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി തോളിൽ കൈയിട്ടുകൂടിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തീവ്രവാദ പ്രവണതയിൽ നിന്നാണ് വഹാബി പ്രസ്ഥാനം, കേരള ചാപ്റ്റർ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. സ്വഹാബികൾ, അനുചരന്മാർ, താബിഉകൾ, തുടർച്ചക്കാർ തുടങ്ങിയവരിലൂടെ പാരമ്പര്യമായി വന്ന ഇസ്ലാമാണ് കേരളത്തിൽ ഉള്ളത്. ആ തുടർന്നു വരുന്ന പാരമ്പര്യത്തിന്റെ ഇടയിൽ സമീപകാലത്തായി കടന്നുകൂടിയ ചില നവീന പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ ഏതു ഭാഗത്താണ് ഷോക്ക് ഏൽപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഈ സമുദായത്തിനോടുള്ള കടപ്പാടാണ്. വിശിഷ്യ നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ അഗ്രേസരന്മാരായ പണ്ഡിത ശ്രേഷ്ഠർ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദിനെ പോലെ, തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി മർഹൂം നവ്വറല്ലാഹു മർഖദഹു അവർകളെ പോലെയുള്ള മുൻഗാമികൾ ജീവിച്ച തനതായ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഈറ്റില്ലമായ കടക്കലിന്റെ പരിസരത്തും ഇവിടെയും താമസിക്കുന്ന വിശ്വാസികളുടെ ഏത് ഭാഗത്തേക്കാണ് ഈ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ ആക്രമിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. നമ്മുടെ കൈകാലുകളെ ആക്രമിക്കാനാണ് ഇത്തരം പ്രസ്ഥാനമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ തലയെടുക്കാനാണ് ശ്രമമെങ്കിലും ഒരു പരിധിവരെ നമുക്ക് സഹിക്കാം. പക്ഷേ ഈ സമുദായത്തിന്റെ കൈയും കാലും തലയും എന്നതിനപ്പുറം ഈ സമുദായത്തിന്റെ ഹൃദയവും വിശ്വാസവും ആക്രമിക്കുകയും അപകടകരമായ ചുഴിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് എന്ന പ്രമാണമധ്യേ ബോധ്യപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെയും വിദ്യാർത്ഥികളുടെയും ബാധ്യതയാണ്. അതാണ് ഇവിടെ നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരാളോടും പകവെക്കേണ്ട ആവശ്യം നമുക്കില്ല. മറിച്ച് ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങളെ അപകടപ്പെടുത്തുന്നവരുടെ അപകടവാദങ്ങളെ പൊതുജന സമക്ഷത്തിൽ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ചില സഹോദരങ്ങൾ ചോദിക്കും, അത് പള്ളിയുടെയും മദ്രസയുടെയും പരിമിതിക്കുള്ളിൽ മാത്രം ഒതുക്കിയാൽ പോരെ? അല്ല. ഞാൻ ഈ പറയുന്ന വഹാബി പ്രസ്ഥാനം ഒരു രാജ്യത്ത് നടത്തിയ കശാപ്പിന്റെ കഥ വായിച്ചാൽ ഈ പ്രസ്ഥാനം ഇന്ത്യക്ക് ഭീഷണിയാണ്. നബിയുടെ നാട്ടിൽ എന്ന പേരിൽ സക്കറിയ എന്ന എഴുത്തുകാരൻ എഴുതിയ യാത്രാ ഡയറിയുടെ ആമുഖം അതിന് മതിയായ തെളിവാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി എന്തിന് വിചാരണ ചെയ്യണം? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ഡെമോക്രസിക്ക് പാരയാണ്. എന്തുകൊണ്ട്? പാകിസ്ഥാനിൽ വിളഞ്ഞുവന്ന ജിഹാദി വാദത്തിന്റെ ഉപോൽപ്പന്നമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന പ്രമേയം കൊണ്ടുവന്നപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുമതി ലഭിക്കാതിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രങ്ങൾ എത്രയാണ് നിരോധനത്തിന് വിധേയമായതെന്ന് ജമാഅത്തുകാർക്ക് തന്നെ അറിയാം. ഇന്ത്യയിൽ വോട്ട് ചെയ്യുന്നതും ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കുന്നതും ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് എഴുതുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരുടെ വാചകങ്ങൾ തന്നെ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കേൾപ്പിക്കുകയും പ്രഭാഷകരെ കാണിക്കുകയും ചെയ്യാം.
അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ മതേതരത്വത്തിനും പാരയായി വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നങ്ങളാണ് സമീപകാലത്ത് നിരീക്ഷണങ്ങൾക്ക് വിധേയമായ പല സംഘടനകളുമെന്നും നിരോധനത്തിന് വിധേയമായ സംഘടനകളുടെ ബുദ്ധികേന്ദ്രങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണെന്നും ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകരടക്കം പറയുന്നത് സമയാനുസൃതമായി ഞാൻ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ രാജ്യത്തിന്റെ ഭീഷണിയായ രണ്ട് ഇസ്ലാമിക ഇത്തിക്കണ്ണി പ്രസ്ഥാനങ്ങളും അതോടൊപ്പം ഇവിടെയുള്ള ഇസ്ലാമിക ജനതയുടെ ഹൃദയത്തിനും വിശ്വാസത്തിനും അപകടകരമായി മുറിവേൽപ്പിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളെ കടക്കലെന്ന ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ വളക്കൂറുള്ള മണ്ണിൽ അനുവദിച്ചു കൊടുക്കാതിരിക്കേണ്ടത് രാഷ്ട്രരക്ഷയുടെയും ഇസ്ലാമിക സമൂഹത്തിന്റെ സുരക്ഷയുടെയും ഭാഗമാണ് എന്നതുകൊണ്ടാണ് നാം ഇത്തരം ഒരു വേദി സംഘടിപ്പിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന നിങ്ങൾ ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നു? അത് മറ്റൊരു പ്രസ്ഥാനമായതുകൊണ്ട്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഭീഷണിയായതുകൊണ്ടാണോ? കേവലമായ സംഘടനാ ഭീഷണികളും വൈരാഗ്യങ്ങളുമല്ല ഈ ഒരു വിമർശനത്തിന്റെ കാരണം. പാരമ്പര്യമായി കടന്നുവരുന്ന ഇസ്ലാമിക വടവൃക്ഷത്തിന്റെ വിശ്വാസ സംഹിതയെ ചോദ്യം ചെയ്തതുകൊണ്ടാണ്. അതിന്റെ 4 പോയിന്റുകൾ വളരെ ലളിതമായി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. എന്തുകൊണ്ട് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യ വിചാരണയ്ക്കെടുക്കുന്നു? മറ്റൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്കർഹനില്ലെന്നും പ്രവാചക പ്രവീണർ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണെന്നും അചഞ്ചലമായി വിശ്വസിക്കുന്ന ഇവിടെയുള്ള മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവരാണ്. ഇന്നേ വരെ കഴിഞ്ഞവരും ഇന്നുള്ളവരുമായ പൗരാണിക വിശ്വാസികൾ ഇസ്ലാമിക വിരുദ്ധരാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്ന് പുറത്താണ് എന്ന ആരോപണം ഈ സമുദായത്തിന് സഹിക്കാൻ കഴിയില്ല. ഞങ്ങളെ മുഴുവനും കണ്ണുകുടിയരും പെണ്ണുപിടിയന്മാരും തോന്നിവാസികളുമായി ആരോപണമുയർത്തിയാൽ ഒരു പരിധിവരെ വേണമെങ്കിൽ സമൂഹത്തിന്റെ സമാധാനത്തിനു വേണ്ടി ക്ഷമിച്ചിരിക്കാമായിരുന്നു. ഇന്നലെ വരെ ഇവിടെ ജീവിച്ച പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ചില്ലറക്കാരല്ല. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ച റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദും തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും ബഹുമാനപ്പെട്ട കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും ബഹുമാനപ്പെട്ട ചെറുസോല ഉസ്താദും ബഹുമാനപ്പെട്ട O.K. സൈനുദ്ദീൻ കുട്ടി ഉസ്താദും നവ്വറല്ലാഹു മറാഖിബഹും ബിബറകത്തി ഹബീബിനാ വനബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സച്ചരിതരായ ആ മുൻഗാമികൾ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും ബഹുദൈവ വിശ്വാസികളാണെന്നും ഇവിടെയുള്ള വഹാബികൾ മുജാഹിദുകൾ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാരും പിന്നിലല്ല, അവരും എഴുതുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്തരം ഒരു പരസ്യ വിചാരണ അനിവാര്യമായി വരുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ ചിലപ്പോ ഭംഗിവാക്കായി പറയും, ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല, ഞങ്ങൾ പേരെടുത്ത് കുറ്റപ്പെടുത്താറില്ല എന്നൊരു പക്ഷേ ഇവർ പറഞ്ഞേക്കാം. ആ പറയുന്ന ഭംഗിവാക്ക് ആദ്യം കേൾപ്പിച്ചിട്ട് അവർ കാഫറാക്കുന്ന രംഗങ്ങൾ അവരുടെ പ്രഭാഷകരിൽ നിന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പോൾ അതാ ഞങ്ങൾ ആരെയും കാഫറാക്കുന്ന പ്രവണതയില്ല എന്ന് മുജാഹിദുകൾ ഒരുപക്ഷെ നിങ്ങളോട് നാളെ പറഞ്ഞേക്കാം. അതിന്നെ ഞാൻ കേൾപ്പിച്ചു തരുന്നു, ഞങ്ങൾ കാഫിറാക്കാറില്ല എന്ന പ്രയോഗം വരട്ടെ. യഥാർത്ഥത്തിൽ ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രസംഗകനായ സക്കരിയ സ്വലാഹി പറയുന്നു, ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തെയോ ഒരു വ്യക്തിയെയോ ഒന്നായോ ഒറ്റയ്ക്കോ കാഫിറാക്കുന്ന പ്രവണതയെ ഇല്ല എന്ന് അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറയുന്നു.
എന്നാൽ അതേ മുജാഹിദ് പാളയത്തിലെ പ്രഭാഷകർ ഇന്ന് കേരളത്തിലും ലോകത്തിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പണ്ഡിത പ്രഭുക്കളെ പേരെടുത്തുകൊണ്ട് കാഫറാക്കുന്ന രംഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ അമരക്കാരനും 26 രാഷ്ട്രങ്ങളിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പണ്ഡിത സഭയുടെ അധ്യക്ഷരും ഈ കഴിഞ്ഞ യമനിൽ അവിടുത്തെ രാജാവ് 40,000 ആളുകൾക്ക് നിസ്കരിക്കാൻ പക്വമായ ബഹുലമായ പള്ളി നിർമ്മിച്ച് ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി ക്ഷണിക്കുകയും 5 6 ആളുകൾ മാത്രം വിശിഷ്ടാതിഥികൾ സംസാരിച്ചപ്പോൾ അതിലൊരു വിശിഷ്ടാതിഥിയായി തെരഞ്ഞെടുക്കുകയും ചെയ്ത 10,000-കണക്കിന് യതീമുകളുടെയും 1000-കണക്കിന് പണ്ഡിത ശ്രേഷ്ഠരുടെയും ഗുരുവര്യരും സംരക്ഷകരുമായ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം AP ഉസ്താദ് അവർകളെ പേരെടുത്തുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് മുജാഹിദിന്റെ പ്രഭാഷകൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇതൊക്കെ മൊയ്തീൻ ശൈഖാണ്. ഇന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറി ചെല്ലും. അസ്സലാമു അലൈക്കും ശൈഖുന കാന്തപുരം അല്ലേ, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പഠിച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കും ആണ് എന്ന് പറയുന്നത്. കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ് എന്റെ പേര് തന്നെ മുജാഹിദ്, ഞങ്ങൾക്കറിയില്ലേ. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പണ്ഡിത സംഘടനയുടെ നേതാവും അതോടൊപ്പം ബഹുമാനപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വിശാലമായ ദർസ് നടത്തുന്ന പണ്ഡിതനും എല്ലാ ദിവസവും സുബ്ഹിന് കോഴിക്കോട് മർക്കസു സഖാഫത്ത് സുന്നിയിലെത്തിയാൽ 600-ൽ പരം വിദ്യാർത്ഥികളെ ഒരുമിച്ചിരുത്തി സഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തുന്ന മഹാനായ പണ്ഡിത വരേണ്യരെയാണ് ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് മുജാഹിദ് പ്രസ്ഥാനക്കാർ പ്രസംഗിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൽ ഉള്ളവർ ഇവിടെ ഉണ്ടാകാം, മറ്റു പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകാം. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും വ്യത്യസ്തങ്ങളായ പണ്ഡിത സഭകളിൽ അംഗീകരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അചഞ്ചലമായ ആദർശത്തിന്റെ ആകാശത്തിന്റെ കീഴിൽ ഞങ്ങൾ ഒരേ വീക്ഷണക്കാരാണ്. വ്യത്യസ്ത സംഘടനകളിൽ പ്രവർത്തിക്കുന്നു എന്നതൊഴിച്ചാൽ ആദർശത്തിന് വ്യത്യാസമില്ല, കർമ്മകാണ്ഡങ്ങൾക്ക് വ്യത്യാസമില്ല. പരസ്പരം ആദരവോടെ സൗഹാർദ്ദത്തോടെ പ്രവർത്തിക്കുമ്പോ ബഹുമാനപ്പെട്ട ഒരു പണ്ഡിത വരേണ്യരെ പരസ്യമായി ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഒരു പണ്ഡിത വരേണ്യരെ പരസ്യമായി കാഫറാക്കുന്നു അല്ലെങ്കിൽ മുശ്രിക്കാക്കുന്നു. രണ്ടാമത് വിട്ടോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സ്വലാത്തിന്റെ സദസ്സിന്റെ നേതൃത്വം നൽകുകയും ഇതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ രൂപമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളെ കുറിച്ച് ഇവിടുത്തെ മുജാഹിദുകളുടെ വിശ്വാസം എന്താണ്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ മുസ്ലിമാണെന്നും അഹ്ലു ബൈത്തിന്റെ കണ്ണിയാണെന്നും വിശ്വസിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും. എന്നിരിക്കെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ കുറിച്ച് തിരുവനന്തപുരത്തെ മുജാഹിദ് പള്ളിയിലെ ഖത്തീബ് എന്ന് പറയപ്പെടുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാം. മലപ്പുറം സലാത്ത് കയറുങ്ങൾ നോക്കൂ. ജീവിതത്തിൽ 8 റമദാനിൽ നബി പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു, നബിയും സഹാബികളും. നബിയോ സഹാബികളോ ആരെങ്കിലും റമദാനിൽ ഒരു സലാത്ത് നഗറിൽ വന്ന് സലാത്ത് ചൊല്ലി പൈസയും പിരിപ്പിച്ച് പിരിഞ്ഞ ഒരു സംഭവം ഉണ്ടോ ചരിത്രത്തില്? അപ്പൊ ആ മഹനീയമായ സുന്നത്തിൽ നിന്ന് ഈ ജനതയെ തെറ്റിച്ച്, സാക്ഷാൽ മതത്തിൽ നിന്ന് തെറ്റിച്ച് പള്ളിയിലിരിക്കേണ്ട മനുഷ്യനെ വയലിൽ കൊണ്ടുവന്ന് പൈസ പിരിച്ചെടുത്ത്. ഇനി ഈ ആയത്ത് പറഞ്ഞു നോക്കൂ. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുന്നവർ അകറ്റുകയും ചെയ്യും. രണ്ടുപടെ ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. ലോകം നന്നാവട്ടെ, കേരളം നന്നാവട്ടെ. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തത്തിൽ പിറന്ന ഒരു പൗത്രനെ ഇത്രയും വലിയ അധിക്ഷേപം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തെറിയുന്നു.
ഇതിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നതാണ് ഞങ്ങളുടെ ഈ പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അടക്കമുള്ള ശിഹാബ് തങ്ങളെ അടക്കം ലേഖനത്തിൽ ഇസ്ലാമിന്റെ പുറത്താണെന്ന് എഴുതിവിട്ടവർ, അതോടൊപ്പം കേരളത്തിലുള്ള മറ്റെല്ലാ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നോ വഴികേടാണെന്നോ അവർ വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, NDF എന്നാണ് ആ സംഘടനയുടെ പേര്. സംഘടനാപരമായോ അതിന്റെ വീക്ഷണങ്ങളുമായോ എനിക്ക് യോജിപ്പുള്ളതല്ല. ഞാൻ നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന് വിയോജിപ്പാണ്. പക്ഷേ ആ പ്രസ്ഥാനത്തെക്കുറിച്ചും മുജാഹിദുകാർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേട്ടോളൂ. അവർക്ക് ഈ ആകാശത്തിന് കീഴെ ബാക്കിയുള്ളവർ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന പ്രമേയത്തിന്റെ ഒരു പ്രമാണമാണ് നിങ്ങൾക്ക് കേൾക്കാം. മുസ്ലിമാണ് ത്രവൻ NDF-കാരൻ, മുസ്ലിമാണ് ത്രവൻ NDF-കാരൻ. നിങ്ങൾ ആലോചിക്കണം, ഭീരുക്കളല്ലേ നിങ്ങൾ ആദർശം തുറന്നു പറയുന്നവരോട് നിങ്ങൾക്ക് ദേഷ്യമല്ലേ, കോപല്ലേ? ന്യായമായി പബ്ലിക്കില് ഇതുപോലെ വന്നിട്ട് നിങ്ങൾ ആദർശം പ്രസംഗിക്ക്. ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന് RSS-കാരെ നിർത്തിക്കോ, ഞങ്ങൾക്ക് പ്രശ്നമില്ല. BJP-കാരെ നിർത്തിക്കോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന NDF-ന്റെ രാത്രി ക്ലാസ്സിൽ നിങ്ങൾ ഇവിടുത്തെ പോലീസുകാരെ കൊണ്ടുപോയി നിർത്തുവോ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്ന ആദർശം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ? മാനവികതയ്ക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇരുട്ടിന്റെ ആ ജനസഞ്ചയം കണ്ടിട്ട് നിങ്ങൾ ബേജാറാകണ്ട. അത് പേരോട് ഉസ്താദിന്റെ മജ്‌ലിസിലുള്ള ജനങ്ങളാണ്. ആ ക്ലിപ്പിന്റെ സൈഡിൽ വന്നുപോയതാണ്. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരെയും ഇവിടെ പ്രവർത്തിക്കുന്ന കുറെ ചെറുപ്പക്കാര് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ ആളുകളെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നവർ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ വീക്ഷണത്തിൽ ശിഹാബ് തങ്ങൾ മുശ്രിക്കാണ്, അവരുടെ വീക്ഷണത്തിൽ ഖലീൽ തങ്ങൾ മുശ്രിക്കാണ്, അവരുടെ വീക്ഷണത്തിൽ AP ഉസ്താദ് ഇസ്ലാമിന് പുറത്താണ്, അവരുടെ വീക്ഷണത്തിൽ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്ലാമിന് പുറത്താണ്. ഞാൻ കേൾപ്പിച്ചു തരാം. അതോടൊപ്പം അവർ വിശ്വസിക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. വരട്ടെ. അപ്പൊ മനസ്സിലാക്കിക്കോ, ഇസ്ലാം എന്ന് വേറെയാണ്, ജമാഅത്തെ ഇസ്ലാമി എന്ന് വേറെയാണ്. അതായത് മനസ്സിലായി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമും പരസ്പരം മന്യമാണ്. NDF-കാരൻ മുസ്ലിമല്ല, ഇവിടെയുള്ള പൗരാണിക വിശ്വാസികൾ മുസ്ലിമല്ല എന്ന് വിശ്വസിക്കുന്ന ഈ ആളുകൾ, അതുകൊണ്ടാണ് അവരെ പരസ്യമായി വിചാരണ ചെയ്യുന്നത്. ജമാഅത്തുകാർ സന്തോഷിക്കേണ്ട, നിങ്ങളുടെയും വിശ്വാസം ഇതുതന്നെയാണ്. കാരണമെന്ത്? അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥാപകൻ, മതസ്ഥാപകൻ അബുൽ അഅ്ല മൗദൂദി ആരാണ്? ലോകത്ത് ഇസ്ലാമിനെ ജിഹാദിന്റെ കൂരിരുട്ടിലേക്ക് വലിച്ചുവിടാൻ ഏറ്റവും കൂടുതൽ പേണയുന്തിയ ഇസ്ലാമിക വിരോധിയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം അബുൽ അഅ്ല മൗദൂദിയുടെ ജിഹാദും ഹസനുൽ ബന്നയുടെ ജിഹാദും അതുപോലെയുള്ള ആളുകളുടെ ജിഹാദ് വീക്ഷണങ്ങളാണ് ഈ സമുദായത്തെ കൂടുതൽ പ്രതിക്കൂട്ടിലേക്ക് കയറ്റിയത് എന്ന് വിശാലമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പറയാനുണ്ട്. എന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഇദ്ദേഹം വിശ്വസിക്കുന്നു അന്ന് വരെയുള്ള മുസ്ലിങ്ങൾ മുഴുവനും അപകടത്തിലാണ്. ഞാനിതാ പുതിയ ഇസ്ലാമിലേക്ക് വരുന്നു. एक वक्त था कि आम मुसलमानों की तरफ में खुद भी रिवायती और नस्ली मजहबीयत का काइल और इस पर अमल पैरा था. ഞാനും ഈ നാൾ വരെ പാരമ്പര്യ ഇസ്ലാമിന്റെ ആ തനിമയിൽ കടന്നു വരുന്ന ആളായിരുന്നു. जब होश आया तो महसूस हुआ कि इस तरह महज माँ वजदना अलैहि आबाअना की पैरवी एक बेमाना चीज है. നമ്മുടെ മുൻഗാമികളുടെ വഴിയിൽ കടന്നു വരിക എന്ന ഈ പാവഴി ഇസ്ലാം ഒരർത്ഥശൂന്യമായ നടപടിയാണ്. ആഖിർകാർ മേനെ കിതാബുല്ലാഹ് ഓർ സുന്നത്തെ റസൂലുള്ളാഹ് കി തറഫ് തവജ്ജുഹ് കി. പിന്നീട് ഞാൻ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വഴിയിലേക്ക് തിരിഞ്ഞു. ഇസ്ലാം കോ സംജ, പാരമ്പര്യത്തിന് വിരുദ്ധമായ ഒരു ഇസ്ലാമിനെ ഞാൻ കണ്ടു. ഓർ ജാൻ ബൂസ്കർ ഇസ് പർ ഈമാൻ ലായ. എന്നിട്ട് ഞാൻ പുതിയ ആദർശത്തിലേക്ക് പ്രവേശിച്ചു. ആയിസ്ത ആയിസ്ത ഇസ്ലാം കെ മജ്മൂഇ ഓർ തഫ്സീലി,
ഇസ്ലാമിന്റെ മൊത്തവും അതുപോലെ തന്നെ ക്ലിപ്തവുമായ നിസാം കോ സമജ്നെ ഓർ മാലൂം കർനെ കി കോശിഷ് കി, ഞാൻ ആ പാരമ്പര്യത്തിന് വിഭിന്നമായ ഒരു ഇസ്ലാമിലേക്ക് കടന്നു എന്ന് അബുൽ അല മൗദൂദി പറയുകയും മൗദൂദി പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന്റെ അന്ന് പുതുതായി കലിമ ചൊല്ലുകയും ചെയ്തു എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക പ്രസ്ഥാന ചരിത്രത്തിൽ എഴുതുന്നു. ആരുടെയും പേരിൽ ആരോപണത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന പ്രഭാഷണങ്ങളുടെ ക്ലിപ്പുകൾ വ്യാജമാണെങ്കിൽ അവർക്ക് പറയാൻ അവകാശമുണ്ട്. ഉദ്ധരിക്കുന്ന രചനകൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. തുറന്ന പുസ്തകം പോലെ പ്രമാണവിബദ്ധമായി മാത്രം നൂറുകണക്കിന് വേദികളിൽ ഇത്തരം ഭാഷയിൽ സൗമനസ്യത്തോടെ പറഞ്ഞിട്ട് ആരും ഇത് ഞങ്ങളുടെ പ്രഭാഷകരല്ലെന്നോ ഞങ്ങളുടെ വീക്ഷണമല്ലെന്നോ പറഞ്ഞിട്ടില്ല. അബുൽ അല മൗദൂദിയെക്കുറിച്ച് അവർ പ്രസിദ്ധീകരിച്ച പുസ്തകം റൂദാദെ ജമാഅത്തെ ഇസ്ലാമി എന്ന അവരുടെ പ്രവർത്തന രേഖ, അതോടൊപ്പം തന്നെ അവരുടെ ആധികാരിക പ്രസിദ്ധീകരണമായ IPH പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ, ഇതിൽ നിന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അബുൽ അല മൗദൂദി ഇന്ന് വരെയുള്ള ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ മാനദണ്ഡത്തിൽ അവർക്ക് കടന്നുപോകാൻ സമ്മതമില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ വേറിട്ടുള്ളൊരു പ്രസ്ഥാനമാണെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. മറ്റൊരു പ്രസ്ഥാനങ്ങളും ശരിയായ വഴിയിലല്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ ഇങ്ങനെ സ്വതന്ത്രമായി വരുന്നത്. ജമാഅത്ത് പ്രസംഗകൻ പറയുന്നു. ഈ പറയപ്പെട്ട മറ്റു പല സംഘടനകളും അങ്ങനെ ഒരു സമ്പൂർണ്ണ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. ഇത് അവരെ കുറ്റം പറയല്ല, ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കണം. സലഫി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല മുസ്ലിം സമൂഹത്തിലെ ആചാരപരവും ഫിഖ്ഹിയുമായ ജീർണതകളെ, കർമ്മശാസ്ത്രപരമായ അല്ലെങ്കിൽ വിശ്വാസശാസ്ത്രപരമായ ജീർണതകളെ ചെറുത്ത് ശുദ്ധീകരിക്കുക എന്ന ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ദൗത്യമാണ് അവർ ഏറ്റെടുത്തത്. സുന്നി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം സംരക്ഷിക്കുക, മുസ്ലിം സമൂഹത്തിന്റെ മുൻഗാമികളുടെ പാരമ്പര്യം സംരക്ഷിക്കുക. സ്വാഭാവികമായും പാരമ്പര്യം സംരക്ഷിക്കലും ജീർണതകൾ ചെറുക്കലും എന്ന രണ്ട് വിരുദ്ധമായ രണ്ട് ചേരിയാണ്. ഈ രണ്ട് വിരുദ്ധമായ ചേരികളും മുറുകെ പിടിച്ചിരിക്കുന്നത് ഒരു ഭാഗം മാത്രമാണ്. പാരമ്പര്യ സംരക്ഷണം എന്ന് പറയുന്ന ഒരു പ്രവർത്തനവും ജീർണതകൾ ചെറുക്കുക എന്ന് പറയുന്ന മറ്റൊരു പ്രവർത്തനവും. അപ്പോൾ ഇവിടെയുള്ള മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം വഴികേടിലാണെന്നും അദ്ദേഹം തുടർന്ന് പറയുന്നു ജമാഅത്തെ ഇസ്ലാമി മാത്രം സത്യത്തിലാണെന്നും ജമാഅത്തിന്റെ പ്രഭാഷണമാണ് ഞാൻ കേൾപ്പിച്ചു തന്നത്. മുജാഹിദുകൾ വിശ്വസിക്കുന്നു ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവനും ബഹുദൈവ വിശ്വാസികളാണെന്നും ഞങ്ങൾ മാത്രം സത്യത്തിലാണെന്നും. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു സലഫികൾ മാത്രമാണ് സത്യത്തിലുള്ള പ്രസ്ഥാനം. അള്ളാഹുവിന്റെ റസൂല് സഹാബികൾ മനസ്സിലാക്കി, സഹാബികൾ മനസ്സിലാക്കിയതെന്തോ അത് മനസ്സിലാക്കിയത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ്. നിങ്ങൾ വർഗീയവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, പശ്ചവാദി എന്ന് വിളിച്ചാലും വേണ്ടിയില്ല, മുഴുപ്രാന്തൻ എന്ന് വിളിച്ചാലും വേണ്ടിയില്ല. ലോകത്ത് അള്ളാന്റെ ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾക്കൊക്കെയും എന്തുണ്ട്? വികലാംഗത ഉണ്ട്. അവരൊക്കെ വികലാംഗരാണ്, മതത്തിന്റെ വികലാംഗരാണ് അവരൊക്കെ. ഒരുപാട് തകരാറുകളുണ്ട്. ഇസ്ലാമിനെ മനസ്സിലാക്കുന്നു എന്ന അപകടകരമായ വാദം, ഇതേ വാദം തന്നെ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ചു ഞാൻ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണങ്ങൾ മുഴുവനും രേഖപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും ഈ വിധത്തിലാണ്. ഞാൻ ഓപ്പൺ ഫോറത്തിലാണ് നിൽക്കുന്നത്. എന്റെ കയ്യിൽ പ്രമാണങ്ങളുണ്ട്, വെറുതെയല്ല സൂചിപ്പിക്കുന്നത്. പ്രാമാണവിബദ്ധമായി പറയുന്നു. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ നവീനവാദവും പൗരാണിക മുസ്ലിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് വിശ്വസിക്കുന്ന അപകട വീക്ഷണവുമാണ്. അതോടൊപ്പം ഈ രാജ്യത്തെ കശാപ്പ് കൊടുക്കാൻ നിൽക്കുന്ന സാക്ഷാൽ അപകടകരമായ ജിഹാദി പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഹറാമായിരുന്നവർ ഇപ്പൊ രാഷ്ട്രീയത്തെ കെട്ടിപ്പിടിക്കാൻ പുതിയ പ്രസ്ഥാനവുമായി വരുന്നു. വൈരുദ്ധ്യമേ നിന്റെ പേര് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഓരോ പ്രസ്ഥാനങ്ങളും കടന്നു വരുമ്പോ അപകടങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് തുടങ്ങുകയാണ്. എന്നിട്ട് മുജാഹിദുകാർ വിശ്വസിക്കുന്നു ലോകത്തെന്ത് വന്നാലും സുന്നിയാകാതിരുന്നാൽ മതി, ബാക്കി എന്തായാലും പ്രശ്നമില്ല. ഈ ജാതിയുടെ വരിക്കാരാവാതിരിക്കാൻ കേട്ടോ, അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്.
അങ്ങനെ ഒരാൾ ആകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായ. അപ്പോ സുന്നിയായാൽ മുശ്രിക്കിന്റെയും കാഫറിന്റെയും ശിക്ഷ ഒരുമിച്ച് ലഭിക്കുമെന്ന് പറയുമ്പോ എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളോട് പറയുന്നു, അതിൽ ഇരയായതാരൊക്കെയാണ്? ലോകത്തിന്റെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നിയായിരുന്നു. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ സുന്നിയായിരുന്നു. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സുന്നികളുടെ നേതാവാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും 4 ഖലീഫമാരും അങ്ങനെയുള്ള ലോകം കണ്ട പണ്ഡിത വരേണ്യന്മാരും തേജസ്വികളും പ്രവാചക പരിശ്രേഷ്ഠരും എല്ലാവരും സുന്നിയായിരുന്നു. മുജാഹിദുകാരന്റെ വിശ്വാസപ്രകാരം ഇവിടെയുള്ള മുസ്ലിമായാൽ അപകടമാണ്, അവർക്ക് നരകമാണ്. ഈ വാദം സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഒന്നുകൂടി വ്യക്തമായാണ് പറയുന്നു, ലക്ഷങ്ങൾ ചെലവാക്കി മക്കത്ത് പോയി അല്ലാഹുവിന്റെ ഏകത്വത്തെ വാഴ്ത്തി കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്ത് സഫാ മറുവകൾക്കിടയിൽ നടന്ന് അറഫാത്തിൽ ഒരുമിച്ചുകൂടി മിനയിൽ രാപ്പാർത്ത് മുസ്ദലിഫയിൽ രാപ്പാർത്ത് ജംറകളിൽ പിശാചിന് പ്രതീകത്തെ കല്ലെറിഞ്ഞ് കറകളഞ്ഞ തൗഹീദിന്റെ അമരധ്വനിയുമായി നാട്ടിലേക്ക് വരികയും അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്ന ഇവിടത്തെ ഹാജിമാരെ കുറിച്ച് മുജാഹിദുകാരുടെ വിശ്വാസം എന്താണെന്നറിയോ? എന്റെ സദസ്സിൽ ഹാജിമാരുണ്ടല്ലോ. ചോദിക്കുന്നു, മുജാഹിദുകാർ ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിനക്ക് പങ്കാളികളില്ല, നിനക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, അല്ലാഹുവേ സ്തോത്രങ്ങൾ അഖിലവും അനുഗ്രഹങ്ങൾ സകലവും നിന്നിൽ നിന്നുള്ളതാണ്, നിനക്കുള്ളതാണ് എന്ന അമരമായ തൗഹീദിന്റെ അമരധ്വനിയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആദർശത്തിന്റെ പടഹധ്വനിയായി ലോകത്തിന്റെ നാനാദിക്കിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ മക്കായുടെ മരുപ്പറമ്പിൽ കഅബാലയത്തിന്റെ തണലിലെത്തുമ്പോ അവരെ കുറിച്ച് ഇവിടെയുള്ള മുജാഹിദുകൾ വിശ്വസിക്കുന്നു, അവർ മുശ്രിക്കുകളാണ്. പടപ്പുണ്ടവിടെ ഈ മുസ്ലിം ഉമ്മത്തിലെ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പടപ്പുകളെ വിളിക്കുന്നു, പടപ്പുകളോട് പ്രാർത്ഥിക്കുന്നു, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി തേടുന്നു. അവരുടെ ദർഗയിൽ പോയിട്ടാണ് പരിശുദ്ധ ഹജ്ജിന് പോലും ഇന്നവിടെ അറഫയിലും മിനായിലും മുസ്ദലിഫയിലും അതുപോലെ ജബൽ റഹ്മയും ഒക്കെ നമ്മുടെ സമുദായത്തിലെ ഭൂരിപക്ഷം ചെന്ന് നിൽക്കുന്നത് ആ ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയുമോ? പെരുന്നാൾ ദിവസം മുജാഹിദിന്റെ ഈദ്ഗാഹിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് നടത്തുകയാണ്. എന്തിനാ ഈദ്ഗാഹ്? ഇസ്ലാമിനെ വളർത്താനല്ല. ഈദ്ഗാഹ് നടത്തുന്നത് എന്തിനാ? വീഡിയോയിലും ചാനലുകളിലും വരാൻ. അത് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ ഞാൻ കേൾപ്പിക്കാം. ഈദ്ഗാഹ്